IEO കെമിസ്ട്രിയിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നാനോ മെറ്റീരിയൽസ്. നമുക്കറിയാം നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുക. അതായത് 10⁻⁹ മീറ്റർ ആയിരിക്കും നാനോ പാർട്ടിക്കിളിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് നാനോ ടെക്നോളജി വാസ് ഗിവൺ ബൈ റിച്ചാർഡ് ഫെയ്ൻമാൻ ഇൻ 1959. അദ്ദേഹമാണ് ഈ കൺസെപ്റ്റ് നൽകിയിരിക്കുന്നത്. ഇനി നാനോ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 to 100 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. അതായത് ഇറ്റ് ഈസ് വെരി സ്മോൾ പാർട്ടിക്കിൾ ആയിരിക്കും. ഇനി നമ്മുടെ നോർമൽ മെറ്റീരിയലിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ലൈക്ക് ആറ്റംസ് എല്ലാം ഇൻസൈഡ് റീജിയൻസിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് നാനോ മെറ്റീരിയൽ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സർഫസ് റീജിയൻ. പക്ഷേ നാനോ മെറ്റീരിയൽസിനെ സംബന്ധിച്ച് മോളിക്യൂൾസ് എല്ലാം, അതായത് ആറ്റംസ് എല്ലാം സർഫസിലായിരിക്കും കൂടുതൽ. കാരണം ഇതിന് സർഫസ് പ്രോപ്പർട്ടിയാണ് മെയിനായിട്ടുള്ളത്. ഇൻക്രീസിങ് സർഫസ് ഏരിയ ആൻഡ് ഡിക്രീസിങ് ഓവറോൾ സൈസ് ഫോർ എ നാനോ മെറ്റീരിയൽസ്. അതായത് സാധാ മെറ്റീരിയലിനുമായി കമ്പയർ ചെയ്യുമ്പോൾ നാനോ മെറ്റീരിയൽസിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ നോക്കാം. നാനോ മെറ്റീരിയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. നാനോ മെറ്റീരിയൽസിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ബേസ്ഡ് ഓൺ ഡയമെൻഷൻ ആൻഡ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ യൂസ്ഡ്. ബേസ്ഡ് ഓൺ ഡയമെൻഷനനുസരിച്ച് 4 ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സീറോ ഡയമെൻഷൻ. സീറോ ഡയമെൻഷൻ എന്ന് പറയുന്നതിനാൽ ഓൾ ദ ഡയമെൻഷൻസ് ആർ ഇൻ നാനോമെട്രിക് റേഞ്ച്. ഒരു ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഡയമെൻഷനും നാനോമെട്രിക് റേഞ്ചിലായിരിക്കും. അതായത് 1 to 100 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. അങ്ങനെയുള്ളതാണ് സീറോ ഡയമെൻഷൻ. അതിന് എക്സാമ്പിൾ വരുന്നത് ക്വാണ്ടം ഡോട്ട്സ്, നാനോ പാർട്ടിക്കിൾ, സ്പിയേഴ്സ് ആൻഡ് ക്ലസ്റ്റേഴ്സ്. ദെൻ സെക്കൻഡ് വൺ ഡയമെൻഷൻ. വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷൻ ഔട്ട്സൈഡ് ദ നാനോമെട്രിക് റേഞ്ച്. ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നാനോമെട്രിക് റേഞ്ചിന് പുറത്തായിരിക്കും. അതാണ് വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നാനോ വയർ, ഫൈബർ, നാനോ ട്യൂബ്. ദെൻ ടു ഡയമെൻഷൻ. ടു ഡയമെൻഷൻ മീൻസ് 2 of the dimensions are outside the nanometric range. 2 ഡയമെൻഷൻ നാനോമെട്രിക് റേഞ്ചിന് പുറത്തായിരിക്കും. ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് നാനോ ഫിലിംസ്, നാനോ ലെയേഴ്സ്, നാനോ കോട്ടിങ്സ്, ഗ്രഫീൻ. ഇതെല്ലാമാണ് 2 ഡയമെൻഷന് എക്സാമ്പിളായിട്ട് വരുന്നത്. ദെൻ 3 ഡയമെൻഷൻ. ഓൾ ദ ഡയമെൻഷൻസ് ആർ ഔട്ട്സൈഡ് ദ നാനോമെട്രിക് റേഞ്ച്. അതായത് റുബിക്സ് ക്യൂബ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അങ്ങനത്തെ ഒബ്ജക്റ്റുകളാണ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ബണ്ടിൽ ഓഫ് നാനോ വയർ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് നാനോ ട്യൂബ്സ്, മൾട്ടി നാനോ ലെയർ. ബണ്ടിലായിട്ട് വരുന്നതായിരിക്കും 3 ഡയമെൻഷൻ. അപ്പോൾ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ 4 രീതിയിൽ പറയാം: സീറോ ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. Then we can classify on the basis of based on material. ഈ ബേസ്ഡ് ഓൺ മെറ്റീരിയലിൽ 5 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണ് CMNDB എന്ന് ഓർത്തിരുന്നാൽ മതി. അതിൽ ഫസ്റ്റ് വൺ, സി എന്ന് പറഞ്ഞാൽ കാർബൺ ബേസ്ഡ്, ദെൻ എം മെറ്റൽ ബേസ്ഡ്, നാനോ കോമ്പോസിറ്റ് ബേസ്ഡ്, ഡെൻഡ്രൈമേഴ്സ് ബേസ്ഡ്, ബയോളജിക്കൽ ബേസ്ഡ്. ഇതാണ് ആ 5 ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. കാർബൺ ബേസ്ഡ് ആണ് ഫസ്റ്റത്തെ. അതായത് കാർബൺ ബേസ്ഡ് ആണെങ്കിൽ നാനോ കമ്പോണൻറ്റ് പ്യുവർ കാർബൺ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് കാർബൺ നാനോ ട്യൂബ്, കാർബൺ വയർ, ഫുള്ളറിൻ, ഗ്രഫീൻ. അതായത് അവിടുത്തെ നാനോ കമ്പോണൻറ്റ് കാർബൺ ആയിരിക്കും. ദെൻ മെറ്റൽ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നാനോ കമ്പോണൻറ്റ് മെറ്റൽ ലൈക്ക് ഗോൾഡ്, സിൽവർ, മെറ്റൽ ഓക്സൈഡുകളായിരിക്കും ഇതിലെ നാനോ കമ്പോണൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് വാട്ടർ പ്യൂരിഫിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നാനോ കോമ്പോസിറ്റ്, തേർഡ് വൺ. നാനോ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് നാനോ പാർട്ടിക്കിൾ ആയിരിക്കും. അതായത് മിക്സ്ചർ ഓഫ് എ ബൾക്ക് മെറ്റീരിയൽ ആൻഡ് നാനോ സൈസ്ഡ് മെറ്റീരിയൽ. അതായത് ഒരു ബൾക്ക് മെറ്റീരിയലും നാനോ സൈസ്ഡ് മെറ്റീരിയലും കൂടി ചേർന്നിട്ടാണ് നാനോ കോമ്പോസിറ്റ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബൾക്ക് മെറ്റീരിയലായ പോളിമറും ക്ലേ എന്ന് പറയുന്ന ഒരു നാനോ സൈസ്ഡ് മെറ്റീരിയലാണ്. ക്ലേയിലുള്ള മോളിക്യൂൾസ് നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ടാണ് ക്ലേ മെറ്റീരിയൽ നാനോ സൈസ്ഡ് ആവുന്നത്. അപ്പോൾ ബൾക്ക് മെറ്റീരിയലായ പോളിമറും ക്ലേ മെറ്റീരിയലും കൂടി ചേരുന്നത് ഒരു നാനോ കോമ്പോസിറ്റിന് ഉദാഹരണമാണ്. ദെൻ
നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡെൻഡ്രൈമേഴ്സ് ഓർ നാനോ പോളിമേഴ്സ്. ഡെൻഡ്രൈമേഴ്സ് ആ വാക്കിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ നാനോ പോളിമേഴ്സ്. ബ്രാഞ്ച്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അതിനുണ്ടായിരിക്കാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് ഡെൻഡ്രൈമേഴ്സ് അല്ലെങ്കിൽ നാനോ പോളിമേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ബയോളജിക്കൽ നാനോ മെറ്റീരിയൽ. അതിൽ ബയോളജിക്കൽ ഒറിജിൻ ആയിരിക്കും, ബയോളജിക്കൽ നാനോ കമ്പോണൻറ്റ്. അതിന് എക്സാമ്പിളാണ് DNA നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് സെൽഫ് അസംബ്ലി, സ്പെസിഫിക് മോളിക്കുലാർ റെക്കഗ്നൈസേഷൻ. ഇതാണ് നാനോ മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ. മോസ്റ്റ് ഓഫ് ദ നാനോ മെറ്റീരിയൽ മെഡിക്കൽ ഫീൽഡിലാണ് ഒരുപാട് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിലാണ് ഇതിൻ്റെ യൂസ് കൂടുതൽ വരുന്നത്. ഇറ്റ് ഈസ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ.